അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുമ്പോൾ ഡാൻഡ് സീസൺ 1 എപ്പിസോഡ് 1 ആണ്. അപ്പോൾ സീസൺ 2 ഇറങ്ങിയിട്ടുണ്ട്, ഓൺ സ്ട്രീമിംഗ് ആണ്. അപ്പോൾ വീക്ക്ലിയാണ് ഓരോ എപ്പിസോഡ് ഇറങ്ങുക. അപ്പോൾ നമുക്ക് സീസൺ 1 അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പിസോഡ് 2 ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇതാക്കുന്നതായിരിക്കും. വോയിസ് ചെറിയ പ്രശ്നം ഉണ്ടാവും. സംഭവം ജലദോഷമായതുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഇതാക്കാം. അപ്പോൾ ഇതിൽ മെയിനായി കണ്ടന്റ് വന്ന് കുറച്ച് 18+ ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കുട്ടികൾ കാണാണ്ടിരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ നായിക. പേര് മിസായാസ്. അവൻ അടിക്കാൻ നോക്കിയത് അവൻ്റെ ബോയ് ഫ്രണ്ടിനാണ്. സംഭവം ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പിന്നെ അവള് വലിയ കാര്യത്തിലാണ് പറയുകയൊക്കെ ചെയ്യും, തിരിച്ചും പറയും. പിന്നെ അത് പിന്നെ കാര്യമാക്കില്ല. പിന്നെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറ്റി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവള് പറയും ഫസ്റ്റ് ബോയ് ഫ്രണ്ട് ആയ കാരണം എനിക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ പേരുള്ള ആൾ വേണം, അങ്ങനെ പേരുള്ള ആൾ വേണം. പെണ്ണുങ്ങൾക്ക് കണ്ടീഷനുള്ള പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ വായ്പയില്ല. സംഭവം അങ്ങനെ നടക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ നായകനെ കാണുന്നത്. അവൻ്റെ പേരാണ് ബൊട്ടി എന്നാണ് ഇതിലെല്ലാവരും വിളിക്കുന്നത്. സോഡാ ബുട്ടി എന്നാണ് വിളിക്കുക. സംഭവം ഇവളാണ് ആ സ്കൂളിൽ ഒന്നും കൂടി സൗന്ദര്യമുള്ള ആള്, വേറെ ആർക്കുമില്ല. അപ്പോൾ നമ്മുടെ നായകൻ ചെറിയ ക്രഷ് അടിക്കും. പോയിട്ട് എന്തിനാ വന്നതെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കും. ഞങ്ങൾ സംഭവം പ്രപ്പോസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവൻ കൂടുതലായിട്ട് ഈ ഏലിയൻസ് റിസർച്ചാണ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് മോൻ തിരിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഏലിയൻസ് ഇങ്ങനെ വരും, പക്ഷെ അവിടെ പുല്ല് വരെ ഓർക്കില്ല. അതാണ് സംഭവം. അപ്പം എങ്ങനെയാ പറയും. അത് ടെററാകുമ്പോൾ അവൻ അപ്സെറ്റ് ആയി പോകും. കാരണം സംഭവം ഇവൻ ആകെ മനസ്സിലാക്കി ഒരു കുട്ടി ഇവളായിരുന്നു പറഞ്ഞിട്ട് ആ സന്തോഷിച്ച് പോകുമായിരുന്നു. സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ബുക്കൊക്കെ എടുത്ത് കൊടുക്കും. ബുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അവൻ ആൾക്ക് സന്തോഷമാവും. സംഭവം മറ്റവൾ പറയും എനിക്ക് പ്രേതത്തിനെ ഇഷ്ടം, എൻ്റെ ഈ അമ്മൂമ്മ അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, പ്രേതത്തിനെ കാണാൻ അങ്ങനെ ഇരിക്കും പറയും. പ്രേതമൊന്നും ഇല്ല പറയും, വീലിനും ഇല്ല പറയും. അപ്പോൾ അതൊക്കെ അവരുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടീഷൻ പറ്റാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഓരോരോ പോവും. അപ്പോൾ കുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് ഇവളും പോവും, ഇവള് പറഞ്ഞ സ്ഥലത്തേക്ക് അവനും പോവും. ഇവളൊരു പഴയൊരു ബിൽഡിങ്ങിനാണ് പറയുന്നത്, അവിടെ ഏലിയൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയില്ല, അവിടെ നോക്കണം എന്നിട്ട് ആളിങ്ങനെ പോവും. അപ്പോൾ ഇങ്ങോട്ട് വരും ഒരു കേവിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് സംഭവം പ്രേതമുണ്ട് എന്നാണ് പറയുന്നത്. ഇവൻ പ്രേതമില്ല പറഞ്ഞിട്ട് ധൈര്യശാലിനെപ്പോലെ ഉള്ളിൽ പോവും. പക്ഷെ അവനെ അങ്ങോട്ട് പോകുമ്പോഴേ എന്തോ ഒരുപോലെ തോന്നും. പക്ഷെ എന്നാലും അവൻ ധൈര്യം കൊണ്ട് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും ഗൈസ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവും. അപ്പോഴാണ് ഇവിടെ എന്തോ സൗണ്ട് കേട്ടപ്പോൾ തോന്നും, പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് അവൾ അങ്ങനെ തിരിച്ചു വരും. എന്നിട്ട് അവളുടെ പാസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയും. അവളുടെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഫീലായി. പിന്നെ അതൊക്കെ പറഞ്ഞ ആള് അപ്സെറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഓരോന്നും ഇങ്ങനെ പറയും. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും, അമ്മൂമ്മൻ്റെ നടന്നത്. അതൊക്കെ നമ്മുടെ ബുട്ടിൻ്റെ അടുത്ത് പറയും. അപ്പോഴായിരിക്കും ബുട്ടി ഇങ്ങനെ ശരി വന്നു പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവള് അതൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോഴാണ് മുന്നിലൊക്കെ ഇതാവും. ഇപ്പോൾ ബുട്ടി നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാലൊക്കെ കാണും. ആൾ ടെൻഷനാവും. അപ്പോഴാണ് നമ്മുടെ ഗോസ്റ്റിൻ്റെ എൻട്രി. ഇത് ടർബോ ഗാനി എന്ന് പറയും അതിനോട്. സംഭവം അതൊരു ഗോസ്റ്റ് തന്നെയാണ്. കാലങ്ങളായി ഇതേ കേവിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ആള് വേഗം ഓടും, ബുട്ടി വേഗം ഓടും. സംഭവം പേടിച്ചിട്ട് ഓടുമ്പോൾ ടണലിൻ്റെ ദൂരം കൂടി വരും. പെട്ടെന്ന് കളറൊക്കെ മാറി ഇതാവും. പക്ഷെ ടർബോ ഗാനി ഇങ്ങനെയല്ല, മണിക്കൂറിലത്ര സ്പീഡിൽ ഇങ്ങനെ ഓടും. അപ്പോൾ അവിടുത്തെ സിഗ്നൽ കട്ടാവും. അപ്പോൾ ഇവിടെ ശരി കൊണ്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ലൈറ്റൊക്കെ ഓഫാവും. ഈ 3 പേരാണ് ഏലിയൻസായി ഇവിടെ പറയുന്നത്. സംഭവം അവർക്ക് പെൺകുട്ടികളെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അവരിങ്ങനെ നോക്കുമ്പോൾ അവൾ ഇങ്ങനെ ഇരിക്കും വെച്ചിട്ടുണ്ടാവുക. സംഭവം ഇതിനോട് മറ്റേ 18+ കണ്ടൻസ് ആണ്. അതുകൊണ്ട് ഇത് മേലെ സ്കിപ്പ് ചെയ്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ അങ്ങനത്തെ ടൈപ്പുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് അധികം സ്കിപ്പ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇവളിവിന് ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ നോക്കും. ഇവരിവിൻ്റെ മറ്റേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കും. പക്ഷെ പെട്ടെന്ന്
എന്തോ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, പക്ഷെ നടക്കില്ല. അപ്പോഴേക്കും ഫോൺ അടിക്കണം നോക്കണോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മുടെ ബുട്ടി വരും. അവൻ്റെ ഉള്ളിൽ കയ്യൊക്കെ ഇതൊക്കെ ആയിട്ട് അവൻ വരും. സംഭവം അവൻ്റെ മേലെ ടെർബോ ഗ്രാനി കയറിയിരിക്കുകയാണ്. അപ്പോൾ ആളത്തിരി അൺകൺട്രോൾഡ് ആണ്. അതുകൊണ്ട് അവൻ്റെ കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിലിറ്റി ആയിട്ട് യോഗ മാറ്റിംഗ് പോലെ ആള് ഇത്തിരി ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നടക്കും. നല്ല ടെററായിട്ടാണ് ഇപ്പോൾ നിൽക്കണില്ല. ആർക്കും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഏലിയൻസ് അവൻ്റെ ശരിക്കത്തെ രൂപത്തേക്ക് വരും, അവൻ്റെ ഒറിജിനൽ രൂപം. പക്ഷേ ആ ടെർബോ ഗ്രാനിന് മുന്നിൽ ഇവർക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവെന്തോ ഇങ്ങനെ ബുള്ളറ്റ് പോലെ എന്തോ വിടുമ്പോൾ അവൻ ആ സൈഡ് ഇതാവും. അത് പിന്നെ എന്തോ ഹ്യൂമാനിറ്റിക് പവറാണ്, ഏലിയൻ പവർ സംഭവം. സോറി, എനിക്കിങ്ങനെ ആരും ഉണ്ടാകുന്നില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ ഇത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കണ്ടതിൽ സന്തോഷമുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആളെ സെൻഡ് ആവും. പക്ഷെ അത് കറക്റ്റായിട്ട് അങ്ങനെ വന്നിട്ട് ഇവനെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ ഇവനെ വീണ്ടും അറ്റാക്ക് ചെയ്യും മറ്റവർ. എന്നിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. പക്ഷേ അങ്ങനെ ആവുമ്പോഴേക്കും അവളുടെ ഉള്ളിൽ അവളുടെ അമ്മൂമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത പോലെ ഒരു പവർ പോലെ അവളുടെ അടിവയറ്റിലാണ് പവർ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ അവളെ റീവൈൻഡ് ചെയ്യും. എന്നിട്ട് അതുപോലെ ഇതാക്കും. പക്ഷെ ഇവളെ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കളിയാക്കിയത് കൊണ്ട് മാത്രം അവൾ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അവൾക്ക് ആ ടൈമിൽ പവർ വരും, ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ പവർ പോലെ. എന്തിനു വേണ്ടിയും കൺട്രോൾ ചെയ്യാൻ വന്നിട്ട് ഒരു ഇമാജിൻ ക്ലൈന് പോലെ അവളുടെ ഒറ്റട്ടിയിൽ അതൊക്കെ ഇതാവും. ഒറ്റട്ടിയിലും പറക്കും. അപ്പോഴാണ് ടെർബോ ഗ്രാനി ഇവളുടെ അറ്റാക്ക്. കാരണം ഇവർ അൺകൺട്രോൾഡ് ആണ്. ഇവളുടെ ഒറ്റതിൽ മറ്റേ ടെർബോ ഗ്രാനി വെളിയിൽ വരും. പക്ഷെ ഫുള്ളായിട്ട് അൺറിലീസ്ഡ് ആയിട്ടാവുന്ന മറ്റേ അൺകൺട്രോൾഡ് ആവും. നമ്മൾ ഇവൻ്റെ ബോഡിയിലാണ് ഉള്ളതെങ്കിലും ആൾ അൺകൺട്രോൾഡ് ആയിട്ട് ഇരിക്കുകയാണ് ടെർബോ ഗ്രാനി. ഇപ്പോൾ ഇവളുടെ ഉള്ളിലാണ് സംഭവം. ആ ബിൽഡിങ് പോലെ ഉണ്ടായിരുന്നത് ഇവളുടെ സ്പേസ് ഷിപ്പായിരുന്നു. അതിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ ആ മൂണൊക്കെ ഇവൻ്റെ സ്പേസ് ഷിപ്പ് തന്നെയായിരുന്നു. ആ ബിൽഡിംഗ് ഒക്കെ ഇവൻ്റെ സ്പേസ് ഷിപ്പായിരുന്നു. അപ്പോൾ ഇവര് ശരിയോട്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് വെളിയിൽ വരും. എന്നിട്ട് നീ എന്തിനായിരിക്കും വേണ്ടി ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ മൈൻഡ് വോയിസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരി എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ടില്ല പ്രശ്നത്തിൽ നിൽക്കില്ല, ഞാനായിട്ടില്ല നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എന്തിനാ വെറുതെ സീനറക്കണ്, അതൊന്നും വേണ്ട, നമ്മൾ ഒരേപോലെ തന്നെയല്ലേ, പിന്നെന്താണ് പറഞ്ഞിട്ട്. ഈ ടൈമിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ റൊമാൻറ്റിക്കാണ് കേട്ടോ. ഇത് നല്ലോണം കാണുക. നമുക്ക് ചിരിയും പേര് വന്ന റൊമാൻറ്റിക് ആയിട്ട് തോന്നും. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ആളുണ്ടോന്ന്. നീ അങ്ങനെയൊന്നും വേണ്ട, നീ ഇതിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പറയും. ശരി പറഞ്ഞിട്ട് അവൾ ഫ്രണ്ട്സ് പോലെ നടന്നു. ഇല്ല, നിങ്ങൾ ഇതിട്ടോ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ വന്നു പോകാറ്. ഇപ്പോൾ ഇവൾക്ക് ഇഷ്ടം തോന്നിയിട്ട് ഇവൻ്റെ മൈൻഡ് ബ്ലാസ്റ്റ് ആയതുകൊണ്ടപ്പോൾ ബാക്കിൽ കറക്റ്റ് ബ്രേക്ക് പോലെ പിന്നെ കളിക്കുന്ന സ്പേസ് ബ്ലാസ്റ്റ് ആവുകയും ആവും. അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. അടുത്ത പാർട്ട് ഇതിനെക്കാട്ടിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇതിനെക്കാട്ടിലും അടിപൊളി ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.